മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി. ഹൂ ഇസ് ദ ഗ്രേറ്റസ്റ്റ്, ഹൂ ഇസ് ദ ബിഗസ്റ്റ്? ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ചില മമ്മൂട്ടി ഫാൻസിനും ചില മോഹൻലാൽ ഫാൻസിനും നല്ല രീതിയിൽ പൊള്ളാൻ സാധ്യതയുണ്ട്. മോഹൻലാൽ മമ്മൂട്ടി ഈ രണ്ടുപേരുടെയും കഴിഞ്ഞ 5 വർഷത്തെ ബോക്സ് ഓഫീസ് പെർഫോമൻസ്, അതോടൊപ്പം തന്നെ ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. 2020 മുതൽ ഇപ്പൊ ഇറങ്ങിയ ബസൂക്ക വരെയുള്ള 15 സിനിമകളാണ് നമ്മൾ മമ്മൂട്ടിയുടെ ഈ ഒരു പെർട്ടിക്കുലർ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ ഹിറ്റ് സിനിമകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 4 ഹിറ്റ് സിനിമകളാണ് മമ്മൂട്ടിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഷൈലോക്ക്, ദ പ്രീസ്റ്റ്, CBI 5 ദ ബ്രെയിൻ, റോഷാക്ക്. ഇനി സൂപ്പർ ഹിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ് ആൻഡ് ഭ്രമയുഗം, ഈ 3 സിനിമകളാണ് ഈ ഒരു കാലയളവിൽ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ്സ്. മോഹൻലാൽ എന്നുള്ളൊരു നടന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള കുറച്ച് വർഷങ്ങളാണ് ശരിക്കും ഈ 2020 തൊട്ട് 25 വരെയുള്ള വർഷങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. 4 ഡിസാസ്റ്റർ സിനിമകളാണ് മോഹൻലാലിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. എംപുരാൻ എന്ന് പറഞ്ഞ സിനിമയെ ഞാനൊരു ഹിറ്റ് സിനിമയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 2023 റിലീസ് ചെയ്തിട്ടുള്ള മോഹൻലാലിന്റെ നേരെ എന്ന സിനിമ, ഈ സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നത് വെറും 12 കോടിയാണ്. എന്നാൽ ആ സിനിമ തിയേറ്ററിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുള്ളത് 86 കോടിയാണ്. ഹ്യൂജ് ഹിറ്റ്. അപ്പോൾ ആ സിനിമയെ ഞാനൊരു ബ്ലോക്ക് ബസ്റ്റർ കാറ്റഗറിയിലേക്കാണ് പെടുത്തിയിരിക്കുന്നത്. ഇപ്പം തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ, 200 കോടി ക്ലബിൽ കയറി എന്ന് പറയപ്പെടുന്ന തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 25-നും 30 കോടിക്കിടയിലാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ മലയാള സിനിമയിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എന്നുള്ള ഒരു കിരീടം തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലാണ്. അൺപാരലൽഡ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് സപ്പോർട്ട്, ജനങ്ങളുടെ ആ ഒരു വികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന്റെ കാര്യത്തിൽ മോഹൻലാൽ തന്നെയാണ് ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിന്റെ മുടിചൂടാ മന്നൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്.